കാണണമെന്നുണ്ടായിരുന്നു. ചെറുപ്പം മുതൽക്കേ ഞാൻ ആകെ കണ്ടിട്ടുള്ളതും എനിക്ക് പോയി കാണാനുള്ളതും എൻ്റെ അമ്മയുടെ അപ്പച്ചനെയും അമ്മച്ചിയായിരുന്നു. അമ്മച്ചി പക്ഷേ കുറച്ച് നേരത്തെ പോയതുകൊണ്ട് പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് അപ്പച്ചൻ മാത്രമായിരുന്നു. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ അപ്പച്ചൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എപ്പോഴും ചെല്ലുമ്പോൾ ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് വെക്കും. വാതിക്കെ കസാര ഇട്ടിരുന്ന് ഉറക്കെ പത്രം വായിക്കുന്ന അപ്പച്ചനാണ് എൻ്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പച്ചൻ്റെ കൂടെ കൊക്കോക്ക പെറുക്കാൻ പോകുന്നതും അവിടുത്തെ തോട്ടിൽ കുളിക്കാൻ പോകുന്നതും ഒക്കെ ആ ഓർമ്മകളിലുണ്ട്. 97-ാം വയസ്സിലും നീ പിടിക്കേണ്ട ഞാൻ നടന്നോളാം എന്ന് പറയുന്ന ആളായിരുന്നു അപ്പച്ചൻ. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിപ്പെണ്ണായി കഴിഞ്ഞപ്പോൾ ആദ്യം കൊണ്ട് ആകെ കാണിക്കാനുള്ളതും അപ്പച്ചനെയായിരുന്നു. അപ്പച്ചു എന്ന് വിളിക്കുന്നതിലും കൂടുതൽ മോനിച്ചോ മോനിമാപ്പിളെ എന്നൊക്കെ വിളിക്കുമ്പോഴാണ് അപ്പച്ചൻ എന്നെ ശരിക്കും തിരിച്ചറിയാറ്. പെട്ടെന്നാണ് ഒരു ദിവസം അപ്പച്ചൻ വീണ് ആശുപത്രിയിലായി വിവരം അറിഞ്ഞത്. 2 ദിവസം ആശുപത്രി കിടക്കെ കിടന്ന് എല്ലാവരെയും കണ്ട് ഒത്തിരി വേദനകളില്ലാതെ അപ്പച്ചൻ തിരിച്ചുപോയി. അങ്ങനെ ഏറ്റവും ഇളയ കൊച്ചുമോളുടെ കുഞ്ഞിനെയും കണ്ടുപോയ അപ്പച്ചൻ ഭാഗ്യവാനാണ്. അപ്പച്ചനെ ഇന്ന് നഷ്ടമാവുമ്പോൾ എനിക്ക് നഷ്ടപ്പെടുന്നത് എൻ്റെ നന്മ മാത്രം ആഗ്രഹിച്ച, എന്നെ ഒത്തിരിയേറെ സ്നേഹിച്ച, എനിക്ക് ചെന്ന് കാണാനുണ്ടായിരുന്ന ഒരേ ഒരാളെയാണ്, എൻ്റെ ഒരു ബന്ധമാണ്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഇതുപോലെ ഒത്തിരി സ്നേഹമുള്ള വല്യപ്പനെയും വല്യമ്മയും ഒക്കെ കണ്ടിട്ട് കുറേ നാളായെങ്കിൽ ഇടയ്ക്കൊക്കെ പോയി മടി കാണിക്കാതെ അവരെ ഒന്ന് കാണുക. നമ്മളെ കാണുന്നത് തന്നെയാണ് അവർക്കുള്ള ഏറ്റവും വലിയ ആശ്വാസം.